അപ്പോൾ സിനിമ ബഡ്ജറ്റും തിയേറ്റർ കളക്ഷനും പാർട്ട് 2. സോ പാർട്ട് 1 നമ്മൾ ഗ്രോസ് കളക്ഷൻ എന്താണ്, നെറ്റ് കളക്ഷൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പ്രൊഡ്യൂസറും തിയേറ്റർ ഉടമയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് നെറ്റ് കളക്ഷനിൽ നിന്ന് എത്ര പെർസെന്റേജ് ഷെയർ പ്രൊഡ്യൂസർക്ക് പോകുമെന്നും എത്ര പെർസെന്റേജ് ഷെയർ തിയേറ്റർ ഉടമകൾക്ക് ലഭിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഇവയ്ക്കെല്ലാം മുൻപ് ഈ ബിസിനസ് തുടങ്ങുന്നത് മറ്റൊരു പോയിന്റിൽ നിന്നാണ്. അതാണ് ബ്രേക്ക് ഈവൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ എത്ര രൂപ കൊടുത്താണ് തിയേറ്ററുകാരൻ ഈ സിനിമ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്ന്. മിനിമം അത്രയും തന്നെ തുക തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഒരു സിനിമ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചർ ആവുകയുള്ളൂ. ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് കടക്കാം. നമ്മുടെ അല്ലു അർജുന്റെ പുഷ്പ 2 എന്ന സിനിമയുടെ ആന്ധ്ര തെലങ്കാന റീജിയനിലെ ബ്രേക്ക് ഈവൻ ടാർഗറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ആ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഓരോ റീജിയനിലേക്ക് സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ തിയേറ്റർ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക. ഇതിൽ നിസാം എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് ഹൈദരാബാദ് റീജിയൻ ആണ്. അതിന് താഴെയുള്ളത് അതുപോലെ മറ്റു റീജിയനുകൾ. അപ്പോൾ ടോട്ടൽ 213 കോടി രൂപയുടെ ബിസിനസ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. മിനിമം 215 കോടിയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ സിനിമ ബ്രേക്ക് ഈവൻ ആവൂ എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കളക്ഷൻ നോക്കാം. യെസ്, അപ്പോൾ 213 കോടി രൂപ ബ്രേക്ക് ഈവൻ പറഞ്ഞ ഈ സിനിമയ്ക്ക് 226 കോടി രൂപയാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്? ആന്ധ്ര തെലങ്കാന റീജിയനിൽ ഈ സിനിമ ജസ്റ്റ് ഒരു ഹിറ്റ് മാത്രമാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഈ ലിസ്റ്റിലെ ഈസ്റ്റ് വെസ്റ്റ് റീജിയൻ നോക്കിയാൽ ബ്രേക്ക് ഈവനേക്കാൾ താഴെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ റീജിയനിൽ ഈ സിനിമ ഫ്ലോപ്പ് ആണ്. ഇനി ഈസ്റ്റും വെസ്റ്റും ഒന്ന് മനസ്സിലാത്തവർക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ കേരളത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ വാങ്ങിച്ച തുക 20 കോടി. എന്നാൽ കേരളത്തിൽ നിന്ന് കിട്ടിയ മൊത്തമായ ഗ്രോസ് തന്നെ 18 കോടി. എന്ന് വെച്ചാൽ ജൈജാന്റിക് ഹിറ്റായ പുഷ്പ 2 കേരളത്തിലെ തിയേറ്ററുകാർക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത്. പറഞ്ഞു വരുമ്പോൾ ആന്ധ്രയിലും വലിയ ലാഭമില്ല. അപ്പൊ പിന്നെ ഇതിങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റായി. അവിടെയാണ് ഹിന്ദി ബെൽറ്റിലെ കളക്ഷൻ. 200 കോടിക്കാണ് ഹിന്ദി ബെൽറ്റിൽ ഈ സിനിമ വിറ്റത്. പക്ഷേ ആ ബെൽറ്റിൽ നിന്ന് 390 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് ഷെയർ മാത്രമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് എന്താണ്? പുഷ്പ 2 ഒരു ജൈജാന്റിക് ഹിറ്റാണെന്ന് പറയുമ്പോഴും പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ ലാഭം വന്നിരിക്കുന്നത് നോർത്ത് ബെൽറ്റിൽ നിന്നാണ്. ആ ഭാഗത്ത് തിയേറ്ററുകാരും സേഫാണ്. ആന്ധ്ര മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് വലിയ ലാഭവുമില്ല, നഷ്ടവുമില്ല. പക്ഷേ ആന്ധ്രയിലെ ചില ഏരിയയിലെ തിയേറ്ററുകാർക്ക് അത് നഷ്ടമാണ്. കേരളത്തിന്റെ കാര്യം എടുത്താൽ കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സിന് പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടുത്തെ തിയേറ്ററുകാർക്ക് അത് നഷ്ടവുമായി. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഇതാണ് കളി. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുന്ന ഒരാൾക്ക് നാളെ ഒരു സിനിമ അത്ര കളക്ഷൻ നേടി ഇത്ര കളക്ഷൻ നേടി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അതിന്റെ പേരും പറഞ്ഞ് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തല്ലുകൂടാനുള്ള മനസ്സും വരില്ല. അതായത് നമ്മളൊരു സിനിമയുടെ യഥാർത്ഥ പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ ടീമിന്റെ ഒരു ഭാഗമല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ ലാഭവും നഷ്ടമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവന് ഞാനെന്തിനും ഇവിടെ പുഷ്പ 2ന്റെ എക്സാമ്പിൾ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളം പടത്തിന്റെ ഒക്കെ കറക്റ്റ് ഏരിയ വൈസ് ബ്രേക്കപ്പ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ തെലുങ്കിലൊക്കെ മിക്ക സിനിമകളുടെയും നമുക്കത് പെട്ടെന്ന് കിട്ടും. ഇനി പറയാൻ ബാക്കിയുള്ളത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതൊരു ചെറിയ കാര്യമാണ്. ഇദ്ദേഹം പണ്ട് ഫാസിൽ സംവിധാനം ചെയ്തൊരു തമിഴ് സിനിമ തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയ ഒരു കഥ വെച്ച് പറയാം അടുത്ത പാർട്ടിൽ. ഡിസ്ട്രിബ്യൂഷൻ പരിപാടി എന്താണെന്ന് മനസ്സിലാക്കാൻ അതായിരിക്കും ഏറ്റവും എളുപ്പം. അതോടുകൂടി ഈ സീരീസ് അവസാനിക്കുന്നതായിരിക്കും.